ഹായ്, ഇന്ന് ഞാൻ എഗ്ഗ് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു ഫ്രൈഡ് റൈസാണ്. എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനായി ഞാൻ 3/4 കപ്പ് റൈസാണ് എടുത്തത്. ജീരകശാല റൈസാണ് ഞാൻ എടുത്തത്. അത് നന്നായി ക്ലീൻ ചെയ്ത് 1.5 ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുക്കുക. 3/4 വേവ് മതി, 80%. എന്നിട്ടൊന്ന് മാറ്റി വെക്കുക. നല്ല തണുത്ത ശേഷമാണ് ഉപയോഗിക്കേണ്ടത്. ഞാനന്ന് ഫസ്റ്റ് റൈസാണ് പ്രിപ്പയർ ചെയ്യൽ. അതിനുശേഷം ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചിടുക. എന്നിട്ടൊരു ഫോർക്ക് എടുത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാം. നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് നമുക്കവിടെ അത് മാറ്റി വെക്കാം. ഇനി അതിനാവശ്യമുള്ള വെജിറ്റബിൾസ് 3/4 ക്യാരറ്റ് മതി, കുറച്ച് ബീൻസ്, 1/2 ക്യാപ്സിക്കം, 1/2 സവാള, 3 വെളുത്തുള്ളി, കുറച്ച് സ്പ്രിംഗ് ഓണിയൻ. ഇതെല്ലാം നേരിയതായിട്ട് കട്ട് ചെയ്ത് വെക്കാം. പിന്നെ എല്ലാ വെജിറ്റബിളും ചെറുതായി കട്ട് ചെയ്തതാണ്. ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, സവാള, വെളുത്തുള്ളി, പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ്, പിന്നെ ഗ്രീൻ കളർ ബീറ്റ് ചെയ്ത എഗ്ഗ്. ഇനി ഒരു കടായി എടുത്ത് അതിലേക്ക് ഒരു ഓയിൽ ഒഴിക്കുക. കുറച്ച് ഏതെങ്കിലും റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്യേണ്ടത്. കോക്കനട്ട് ഓയിൽ എടുക്കാൻ പാടില്ല. ഞാനിവിടെ സൺഫ്ലവറാണ് എടുത്തത്. ഇനി ബീറ്റ് ചെയ്ത എഗ്ഗ് അതിലേക്ക് ഒഴിക്കുക. ഒരു പിഞ്ച് ഉപ്പിടുക അതിലേക്ക്, ഒരു പിഞ്ച് കുറച്ച് കുരുമുളകും. നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് എഗ്ഗ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കുക. ഇതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് സെയിം കടായി തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് നന്നായി ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഇല്ലേ, അതിടാം. ഫസ്റ്റ് വെളുത്തുള്ളി കട്ട് ചെയ്തത് ഇടാം. ചെറുതായി എരിഞ്ഞതാണ്. ഇതൊന്നും കുറച്ച് വഴറ്റാം. ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ചേർക്കുക. അതിനുശേഷം സവാള ചെറുതായി എരിഞ്ഞത് ആഡ് ചെയ്യുക. അതിലേക്ക് 1/2 സവാളയാണ് ഞാൻ എടുത്തത്, ഫുള്ളില്ല. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി സവാള, ഞാൻ ചേർക്കാറുണ്ട്. ഒരു 1/4 സ്പൂണ് ഉപ്പ് ആഡ് ചെയ്യാം. ഇതിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തത് ചേർക്കാം. ബീൻസ്, ക്യാരറ്റ്, പിന്നെ ക്യാപ്സിക്കം. ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/4 സ്പൂണ് ഉപ്പ് ചേർക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിച്ചത്. ഞാൻ കുറച്ചേ ആഡ് ചെയ്തിട്ടുള്ളൂ. മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നല്ല, അവർക്ക് എരിവ് അത്ര വലിയ ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച റൈസ് ആഡ് ചെയ്യുക. നന്നായി തണുത്ത റൈസാണ്. ഞാൻ എപ്പോഴും ഫസ്റ്റ് റൈസ് ഉണ്ടാക്കുക, എന്നാലേ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റാറുള്ളൂ.
അത് അല്ലെങ്കിൽ ഉടഞ്ഞു പോകും. ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയ പാടെ തന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ. ഇത് നിങ്ങൾ തലേ ദിവസം റെഡിയാക്കി എടുത്ത റൈസ് നല്ലതാണ്. പക്ഷെ ഞാനത് അങ്ങനെ ചെയ്യാറില്ല. മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടുമ്പോൾ ഞാൻ ഫ്രഷ് തന്നെ രാവിലെ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച മുട്ട ചേർക്കുക. ഇതൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട്. ഇതിലേക്ക് 1 സ്പൂണ് സോയ സോസ് ആഡ് ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ്. നിങ്ങളൊന്ന് നോക്കണേ. ഇതിലേക്ക് ലാസ്റ്റ് ഗ്രീൻ സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്യാം. ഗ്രീൻ സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മൾ എഗ്ഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഒരു പ്ലേറ്റ് എടുത്ത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. എന്നിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. ഇത് ചൂടോടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.